അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, മെഡിക്കലും എൻജിനീയറിങ്ങും മികച്ച കോളേജുകളാണ് അവിടെ ഉള്ളത്. ദെൻ പാരാമെഡിക്കൽ കോഴ്സുകൾ മെറിറ്റിൽ പ്രവേശനം കിട്ടാനുള്ള സൗകര്യമുണ്ട്. നഴ്സിങ്ങും ഫിസിയോതെറാപ്പിയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CUET വഴി അഡ്മിഷൻ നടക്കുന്ന കോഴ്സുകളുണ്ട്. അവർ തന്നെ നടത്തുന്ന എൻട്രൻസ് പരീക്ഷകൾ വഴി നടക്കുന്ന പ്രവേശനം കിട്ടുന്ന കോഴ്സുകളുണ്ട്. ദെൻ JEEയും നീറ്റും വഴി പ്രവേശനം കൊടുക്കുന്നതുണ്ട്. ഇത്തരം കോഴ്സുകളും എൻട്രൻസ് എക്സാമിനേഷനും വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പാരമ്പര്യമുള്ള ലഗസിയുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷനും അരക്ഷിതാവസ്ഥയും പരിഗണിച്ചിട്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തുടങ്ങിയ ഒരു കോളേജ്, ഓറിയന്റൽ കോളേജ് 1875 തുടങ്ങിയ കോളേജാണ് പിന്നീട് 1920 അതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. പാരമ്പര്യമുള്ള ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇനി 1130 ഏക്കറുകളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന 1036 കോടി രൂപയുടെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഏറ്റവും മികച്ച 5 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റി. NIRF ഓവറോൾ റാങ്കിങ്ങിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ ആദ്യത്തെ 19ാമത്തെ ഏറ്റവും മികച്ച 19ാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നതാണ് ഈ അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റി. എൻജിനീയറിങ്ങിൽ, അതുപോലെ മെഡിസിനിൽ, എൻജിനീയറിങ്ങിൽ ഏതാണ്ട് 34ാമത്തെ റാങ്കായിട്ട് വരുന്നുണ്ട്. മെഡിസിനിൽ 28ാമത്തെ റാങ്കായിട്ട് വരുന്നുണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 19, 18 ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ ഫാക്കൽറ്റികളും NIRFൻ്റെ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരുന്ന, ചിലത് ആദ്യത്തെ 20 റാങ്കിനുള്ളിൽ വരുന്ന ഒരു വലിയ മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നാണ് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാമിദ് അൻസാരി, അങ്ങനത്തെ ഒരുപാട് അലുമിനികൾ, ധ്യാൻചന്ദ്, ഒളിമ്പ്യൻ ധ്യാൻചന്ദും അതുപോലെ ക്രിക്കറ്റർ ലാല അമർനാഥും പോലുള്ള ആളുകളെല്ലാം ഇവിടുത്തെ ഒരു അലുമിനിയാണ്. ദെൻ അത് അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന നോട്ടബിളായ അലുമിനൊക്കെയുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന നിലക്ക് അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറഞ്ഞത് വൈകാരികമായി ഒരു വല്ലാത്തൊരു ഉന്നതിയില്ല, ഒരു പൊസിഷനിൽ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. CUET എക്സാമിനേഷൻ്റെ ബേസിൽ അഡ്മിഷൻ കൊടുക്കുന്നതുണ്ട്. സാധാരണ നിലക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തം, അവരൊക്കെ എല്ലാ കോഴ്സുകളും CUET വഴിയാണ് നടത്തുന്നതെങ്കിൽ, പ്രവേശനം നടത്തുന്നതെങ്കിൽ അലിഗ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ടോട്ടൽ 300 കോഴ്സുകൾ, 300-ലധികം കോഴ്സുകളുണ്ട്. അതിൽ വെറും 15 കോഴ്സുകൾ മാത്രമാണ് CUET വഴി വരുന്നത്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ അപ്രധാനങ്ങൾ എന്ന് തോന്നുന്ന കോഴ്സുകളാണ് ഈ CUET വഴി വരുന്നത്. ലാംഗ്വേജ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാൻസ്ക്രിറ്റ്, പേർഷ്യൻ, ഹിന്ദി, ചൈനീസ്, റഷ്യൻ, ലിംഗ്വിസ്റ്റിക്സ് ഡിഗ്രികളാണ് അവിടെ CUET വഴി വരുന്നത്. മറ്റൊന്നൊരു സയൻസ് ഓറിയൻറ്റേഷനിൽ ജിയോഗ്രഫി, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്മ്യൂണിറ്റി സയൻസ്, ഈ 3 എണ്ണമാണ് ഈ CUET വഴി വരുന്നത്. മറ്റൊന്ന് പൊതുവായ കോഴ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിമൺ സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ, ഫിലോസഫി. ദെൻ BVOC കോഴ്സുകളിൽ നമ്മൾ പോളിമർ കോട്ടിംഗ് ടെക്നോളജി വരുന്നുണ്ട്. ദെൻ അതുപോലെ ഫാഷൻ ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട 2 BVOC കോഴ്സുകൾ. മൊത്തത്തിലൊരു 15. ഈ 15 കോഴ്സുകൾ മാത്രമേ CUET വഴി വരുന്നുള്ളൂ. ബാക്കി എല്ലാ കോഴ്സുകളും ഇപ്പോൾ നമ്മൾ MBBS, BDS, നീറ്റ് വഴിയാണ്, നീറ്റ് റാങ്ക് പരിഗണിച്ചിട്ടാണ്. അതും നമ്മളുടെ MCC പ്രൊസീജിയർ വഴി, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ്. ദെൻ അതുപോലെ തന്നെ BPT, ഫിസിയോതെറാപ്പി, നീറ്റ് റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതുപോലെ നഴ്സിങ്ങിന് അവിടെ നഴ്സിംഗ് കോഴ്സ് ഉണ്ട്. നഴ്സിംഗ് കോഴ്സ് നമുക്ക് അവിടുത്തെ എൻട്രൻസ് വഴിയാണ് പ്രവേശനം കിട്ടുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി,
റേഡിയോ തെറാപ്പി ടെക്നോളജി, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, MLT, ഇങ്ങനെ അതുപോലെ തന്നെ എമർജൻസി, ഇങ്ങനെ രസകരമായ പാരാമെഡിക്കൽ കോഴ്സുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഈ അവർ തന്നെ നടത്തുന്ന കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റ് വഴിയാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഇന്ത്യയിലെ മികച്ച 50 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നായിട്ട് എണ്ണാവുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജ്, സാക്കിർ ഹുസൈൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ശരിക്കും ആ കോളേജിൻ്റെ എക്സാമിനേഷൻ ഒന്ന് JEE വഴിയോ അവർ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന ടെസ്റ്റ് വഴിയോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് നോക്കി കോളേജുകൾ, കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് 15ലധികം സെൻറ്ററുകളും 17 കോളേജുകളും വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളടക്കം 33,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബൃഹത്തായ ഒരു സ്ഥാപനമാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ അവിടുത്തെ പ്രത്യേകിച്ച് ഹിസ്റ്ററി, ദെൻ അതുപോലെ തന്നെ മീഡിയ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട നല്ല സ്റ്റുഡിയോ ഉണ്ട്. മെഡിക്കൽ കോളേജ്, നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള പോലുള്ള എഴുത്തുകാരനൊക്കെ അവിടെ പഠിച്ചതാണ്. ദെൻ വളരെ സാങ്കേതികമായിട്ട് മികച്ച ഒരുപാട് സ്ഥാപനങ്ങളുള്ള യൂണിവേഴ്സിറ്റി എന്ന നിലയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. April 12, April 19, April 26 ആയിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷനുകൾ വരുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിഗ്രികൾ, ഇപ്പോൾ BA അതുപോലെ BSc ഹോണേഴ്സ് ഡിഗ്രികളുടെ എൻട്രൻസ് എക്സാമിനേഷൻ April 12 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റുകളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് AMU കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് മീൻസ് അഡ്മിഷനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും നടത്തേണ്ടത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണ്ടും ഞാൻ പറയുന്നത്, CUET പരീക്ഷ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്താലും അതുകൊണ്ട് നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്ത് അതത് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് ഈ CUET ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഇതിനിടയിൽ അത് പരീക്ഷ കഴിയുന്നത് വരെയും ഈ കഴിഞ്ഞിട്ട് പിന്നെ സ്കോർ വരുന്ന നമ്മൾ റിസൾട്ടൊക്കെ വരുന്നത് വരെയൊക്കെ വന്ന് കഴിഞ്ഞാലും ഓരോ യൂണിവേഴ്സിറ്റിയും ആപ്ലിക്കേഷൻ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ പല യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിളിക്കുക, അതിലൊന്നാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. CUET UG വഴിയുള്ള കോഴ്സുകളും PG വഴിയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് CUETക്ക് വഴിയുള്ള കോഴ്സ്, ഞാൻ 15 കോഴ്സുകൾ പറഞ്ഞല്ലോ, അതിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ CUET എഴുതാം. ബാക്കി കോഴ്സുകളെല്ലാം ഇപ്പം നീറ്റ്, MBBSും BDSും മീൻസ് BPTയും നീറ്റ് വഴി, നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകൾ, മറ്റ് ഡിഗ്രി കോഴ്സുകൾ, ഇപ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്, ദെൻ BA എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി, ഇങ്ങനത്തെ ഡിഗ്രികളുണ്ട്. കുറേ അധികം ഡിഗ്രി പ്രോഗ്രാമുകളുണ്ട്. ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. സമയത്തിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടി നല്ല കരിയർ ഉണ്ടാക്കാൻ കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.